ബി.ജെ.പിക്ക് സാധ്യതയില്ല. എന്താ പറയുക, ഒരു സെലിബ്രിറ്റി ലെവലിലുള്ള ആൾക്കാരെ ഇറക്കി ഇപ്പം തൃക്കാക്കരയിൽ അഖിൽ മാരാറെ പോലെ ഒരാളെ കൊണ്ടുവരുന്നു. ആൾ നേരത്തെ വേറൊരു ആശയവുമായിട്ട് മുന്നോട്ട് വന്ന ആളായിരുന്നു. ലൈക്ക് കേരളം എന്നൊരു കംഫർട്ട് സോൺ തന്നെയാണ്. മറ്റ് സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുമ്പം കേരളം തന്നെയാണ്. കേരളം ലിറ്ററസിയിൽ ഫസ്റ്റാണ്, പക്ഷേ എംപ്ലോയ്മെൻറ്റിലല്ല. അപ്പം നല്ല അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം നമ്മൾ കുറേ സമരങ്ങളും കണ്ട് കാണും. PSCയിൽ റാങ്ക് 1, 2 ഒക്കെ കിട്ടിയിട്ടും ജോലി ഇല്ലാത്തൊരവസ്ഥ. അപ്പം അത് സോൾവ് ചെയ്യുന്നത് വരെ കേരളത്തിൽ അങ്ങനെ ഒരു ഗവൺമെൻറ് ജോലിക്ക് സാധ്യത കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ LDF പറയുന്നത്, അതായത് ക്ഷേമ പെൻഷൻ, അതുപോലെ ലൈഫ് മിഷൻ, കിഫ്ബി വഴിയുള്ള വികസനം, കിറ്റ് വിതരണം, ഇതൊക്കെ കേരളത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വികസന പ്രവർത്തനങ്ങളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായി ഇടപെട്ടു എന്നുള്ളതാണ് LDF അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതൊന്നും ജനങ്ങളിൽ വോട്ടായി മാറില്ല എന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയല്ല, ചെയ്തില്ല എന്ന് ഞാൻ പറയാനുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് LDF. ഇപ്പോൾ കുറേ ജെൻസി പിള്ളേരൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും മാറ്റം വന്ന് കാണണം എന്നുള്ളത്. LDF 10 കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കണതാണ്. ഇപ്പോൾ UDF ചിലപ്പോൾ അതിനേലും മെച്ചപ്പെട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ, അപ്പം അത് കാണാൻ ആഗ്രഹിക്കുന്നു. UDF ഒരു ഭരണം കാണാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ UDF വന്നു കഴിഞ്ഞാൽ ഈ അധികാര തർക്കം, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി, ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവം UDF ആ പാർട്ടിയുടെ ഒരു പ്രതിസന്ധിയായിട്ട് തോന്നുന്നുണ്ടോ? ചേട്ടാ, അങ്ങനെ പറയണമെങ്കിൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ UDF അകത്ത് നടക്കുന്നത് ഞാൻ നോക്കാറില്ല. അപ്പോൾ പ്രത്യേകമായിട്ട് അവരും ഇടിപിടിക്കൂലേ എന്നും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാ പാർട്ടിയിലും അവർക്ക് അവരുടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത് അവരെന്നെ ശരിയാക്കണ്ടല്ലേ നമ്മൾ. ഈ കഴിഞ്ഞ 10 വർഷം യുവാക്കളുടെ പ്രശ്നമൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് എന്ന് തോന്നുന്നുണ്ടോ? 10 വർഷമായിട്ട് എനിക്ക് വോട്ട് ഉണ്ടായിരുന്നില്ല, അതായിരുന്നു ഞാൻ. എന്നാലും ഇതുവരെ ഉള്ളൊരു നിരീക്ഷണത്തിലൊക്കെ എന്താ തോന്നുന്നത്? നിരീക്ഷണത്തിൽ തോന്നുന്നതെന്ന് വെച്ചാൽ, ഞാൻ സത്യം പറഞ്ഞാൽ പൊളിറ്റിക്സിൽ അത്ര ഇൻവോൾവ് അല്ല. എന്നാലും നമ്മുടെ ഒരു സോഷ്യൽ സിറ്റുവേഷനൊക്കെ നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഇതൊരു ഡെവലപ്ഡ് സ്ഥലത്താണോ ജീവിക്കുന്നതെന്ന് തോന്നാറുണ്ട്? അങ്ങനെ നോക്കുകയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ ഇത്തിരി മോർ ഡെവലപ്ഡ് ആണ്. നമ്മുടെ എന്താ പറയുക, ലിറ്ററസി റേറ്റ് കുറഞ്ഞാണെങ്കിലും, കമ്പാരിറ്റീവ്ലി കുറഞ്ഞെങ്കിലും ഇപ്പോഴും നല്ല തന്നെയായിട്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ കുറേ സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലങ്ങളിൽ പോകുന്നതിനെ കുറിച്ച്, അതും ഒരു പ്രശ്നമുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടില്ല, വി ആർ സ്റ്റിൽ ഡെവലപ്പിംഗ്. പക്ഷേ നല്ലതുമാണ് ചീത്തതുമാണ് എല്ലാം അല്ല. ഈ മൈഗ്രേഷനെ കുറിച്ച് എന്താ തോന്നുന്നത്? അത് കേരളം, അപ്പോൾ നിങ്ങൾക്ക് വിദ്യാർത്ഥികളാണല്ലോ, അപ്പോൾ കേരളത്തിൽ തന്നെ തുടർന്ന് പഠിക്കാനാണോ ആഗ്രഹിക്കുന്നത്, അതോ പുറത്തേക്ക് വേറെ രാജ്യങ്ങളിലേക്ക്, വേറെ സംസ്ഥാനങ്ങളിലേക്ക് ഒക്കെ പോയി പഠിക്കാനാണോ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ ഒന്ന് പഠിക്കാനാണ്. അതിനുള്ള സാഹചര്യം കേരളത്തിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉന്നത വിദ്യാഭ്യാസത്തിൽ? ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ വേറെ യൂത്തുകൾക്ക് ഇപ്പോൾ പുതിയ രാജ്യങ്ങളിൽ പോയി സഞ്ചരിക്കണം, അവിടെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെയും പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത കോഴ്സുകളോ അങ്ങനെ വല്ലതും പുതിയതായിട്ട് വന്നാലും അങ്ങനെ പോകണ ആൾക്കാരും ഉണ്ട് പുറത്ത്. എന്തുകൊണ്ട് ഇത്ര മൈഗ്രേഷൻ ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും? എന്താ തോന്നുന്നത്? ലൈക്ക് ഇത് തന്നെ, പിള്ളേർക്ക് ഇവിടെ കണ്ട് ചിലപ്പോൾ ചിലവരുടെ മൈൻഡ് സെറ്റ് പോലെയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെയാണ് ഇഷ്ടം, ചിലവർക്ക് ഈ നാട് ചിലപ്പോൾ അങ്ങനെ അത്ര വലിയ ഇഷ്ടപ്പെടണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ പുറത്ത് പോയി കഴിയുമ്പോൾ അവിടെ ആയിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ മേ ബി പഠിക്കാൻ അവിടെ പോകുമ്പോൾ അവിടെ തന്നെ വേണമെങ്കിൽ ജോലി ചെയ്ത് അവിടെ സെറ്റിൽ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് പോണത്. എന്താ തോന്നുന്നത്, യൂത്തിന് അല്ലെങ്കിൽ ജെൻസിക്ക് ഒരു കംഫർട്ട് സോണാണോ കേരളം? ആണ് കേരളം. ഫ്യൂച്ചറിനും ആണ്. കേരളം എന്നൊരു കംഫർട്ട് സോൺ തന്നെയാണ്. മറ്റ് സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുമ്പം കേരളം തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ഒരു കരിയർ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ കേരളത്തിലുണ്ടോ? ഉണ്ടെന്ന് തന്നെ തോന്നുന്നത്. മിക്കവരും എനിക്ക് തോന്നുന്നു മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ കുറച്ചുകൂടെ ഫിനാൻഷ്യലി സെറ്റിൽ ആവാനായിരിക്കും മൈഗ്രേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് കേരളം കൊള്ളൂല എന്ന് തോന്നിയിട്ടല്ല. ഫിനാൻഷ്യലി കുറച്ചുകൂടെ പുറത്തോട്ട് പോയാൽ പൈസ കിട്ടും എന്നുള്ളൊരു ചിന്തയിലായിരിക്കണം അവർ പോകുന്നത്. അത് ഒരിക്കലും കേരളത്തിൻ്റെ കുഴപ്പമില്ല, അത് മൊത്തത്തിൽ രാജ്യം ഡെവലപ്പ് ചെയ്ത് വന്നാലേ ഫിനാൻഷ്യലി കൂടെ നമ്മൾ ഡെവലപ്പ് ആവുള്ളൂ. സോ അതുകൊണ്ടായിരിക്കണം മൈഗ്രേഷൻ കൂടുന്നത്, അല്ലാണ്ട് കേരളത്തിനൊരു കുറ്റം ഉണ്ടായിട്ടാണെന്ന് തോന്നിയിട്ടില്ല ഇന്നേ വരെ. പണ്ട് നമ്മൾ പറയാറുള്ളത് എങ്ങനെയെങ്കിലും പഠിച്ചൊരു ഗവൺമെൻറ് ജോലി വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അത് സിറ്റുവേഷൻ മൊത്തത്തിൽ മാറി. ഇപ്പോൾ ഒരുപാട് കോഴ്സുകൾ വന്നു, പല വൈവിധ്യമാർന്ന ജോലികൾ വന്നു, അങ്ങനെ അവസരങ്ങൾ ഒരുപാട് സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴും ആ പണ്ടത്തെ പോലെ തന്നെ നമുക്ക് പഠിച്ച് ഗവൺമെൻറ് ജോലി കിട്ടിയാൽ മതി എന്നൊരു മൈൻഡ് സെറ്റാണോ? കേരളം ലിറ്ററസിയിൽ ഫസ്റ്റാണ്, പക്ഷേ എംപ്ലോയ്മെൻറ്റിലല്ല. അപ്പം നല്ല അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം നമ്മൾ കുറേ സമരങ്ങളും കണ്ട് കാണും. PSCയിൽ റാങ്ക് 1, 2 ഒക്കെ കിട്ടിയിട്ടും ജോലി ഇല്ലാത്തൊരവസ്ഥ. അപ്പം അത് സോൾവ് ചെയ്യുന്നത് വരെ കേരളത്തിൽ അങ്ങനെ ഒരു ഗവൺമെൻറ് ജോലിക്ക് സാധ്യത കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്കിപ്പോൾ ബാക്കിയുള്ള കോഴ്സുകൾ പഠിച്ചിപ്പോൾ പുറത്ത് പോകുന്നതിൻ്റെ വേറെ കുറേ റീസൺസ് എന്ന് പറയുമ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പം ആൾക്കാർ ലൈക്ക്
പേഴ്സണലി അവരെടുക്കുമ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് പുറത്ത് പോകുമ്പോഴാണ് കൂടുതൽ. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഓക്കെ എൻ്റെ മോൻ പുറത്താണ് എന്ന് പറയുമ്പം കിട്ടുന്നൊരിത് നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പം സോഷ്യൽ സ്റ്റാറ്റസ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ, പിന്നെ ഈ പറഞ്ഞ പോലെ അൺഎംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ കൊണ്ടാണ് മെയിൻലി ആൾക്കാർ പുറത്ത് പോകുന്നതും നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്തതും. അപ്പോൾ കേരളം നമ്മളെപ്പോഴും പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 വിദ്യാഭ്യാസത്തിൽ നമ്പർ 1 ആണ് എന്നാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഈ ടെക്നോളജി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ ടെക്നോളജി പരമായിട്ട് വളർന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു? അത് തീർച്ചയായും ഒരുപാട് ഗുണങ്ങളാണ് ഇപ്പോൾ AI ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ പല കാര്യങ്ങളും AIയുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ സ്റ്റഡീസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ വന്നിട്ടുണ്ടോ? ഒട്ടുമിക്ക സ്ഥലത്തും വന്നിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേരുടെ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയാലും ടച്ചിനെ ഒന്ന് തലവകച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ChatGPT, പല ജെമിനി ഒക്കെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് വേണ്ട എന്തൊക്കെയാണ് അതൊക്കെ തരും. ഇപ്പോൾ നമുക്കൊരു മെയിൽ അയക്കാനായാലും എന്ത് അസൈൻമെൻറ്റിലെ കണ്ടൻസ് ആയാലും ഒക്കെ ChatGPT ഒക്കെ കാര്യങ്ങളൊക്കെ എന്തായാലും എളുപ്പമായിട്ടുണ്ട്. പഠിക്കാനും പിന്നെ റിസർച്ച് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഒരു വിഷയത്തെപ്പറ്റി തപ്പാനാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ പല വിവരങ്ങളും പല കാലം കിട്ടും. പിന്നെ ക്ലാസ് തന്നെ ആയാലും എല്ലായിടത്തും മോഡേൺ ക്ലാസ്സൊക്കെ തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുണ്ട്. AI നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പല വിദ്യാർത്ഥികളുടെയും നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള പല ആളുടെയും പ്രതികരണങ്ങൾ എടുത്തപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞ് ഞങ്ങൾ വോട്ട് ചെയ്യാറില്ല, ഞങ്ങൾക്ക് ഈ പൊളിറ്റിക്സിനോടൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ശരിയായ രീതിയാണ് എന്നാണ് തോന്നുന്നത്? ശരിയായ രീതിയല്ല. കാരണം വരുന്ന തലമുറ ഭരിക്കേണ്ടതും നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളാണ് ഇനി വലുതായി ഈ നാട് ഭരിക്കാനും നാട് നോക്കാനും പോകുന്നത്. അപ്പോൾ ജൻസികൾ ഇതിനോട് ഇറങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹപ്പെടുന്നത്. ഇപ്പോൾ അടുത്ത് നമ്മുടെ തൊട്ട അയൽരാജ്യമായ നേപ്പാളിൽ അവിടെ ഒരു വലിയൊരു ജെൻസി പ്രക്ഷോഭം ഉണ്ടായി. ഇപ്പോൾ ഒരു ജെൻസി ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വന്നു. വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ മിനിസ്റ്റേഴ്സും പ്രധാനമന്ത്രിയൊക്കെ. റാപ്പറാണ് പ്രൈം മിനിസ്റ്റർ, DJ ആണ് ആഭ്യന്തരമന്ത്രി. അങ്ങനെ വലിയ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അത്തരം ചെറിയ പ്രായത്തിലുള്ള ആളുകൾ മന്ത്രിസ്ഥാനത്തേക്കൊക്കെ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും പ്രായത്തിൻ്റെ അല്ല. ലൈക്ക് ഒരു ഭരണം ഒരിടത്ത് ഭരിക്കാൻ പറ്റും എന്ന് കേപ്പബിലിറ്റി ഉള്ള ആരായാലും, അതിപ്പോൾ പ്രായത്തിൻ്റെ പ്രശ്നമില്ല. ഇപ്പം 80 അല്ലെങ്കിൽ 18 എന്നുള്ള കാര്യമില്ല. ഭരിക്കാൻ അല്ലെങ്കിൽ ഒരാൾക്കൊരു ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജനതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആൾ ഭരിക്കും. പക്ഷേ ഇക്കാലം അത്രയും ഒരു ഉയർന്ന പ്രായമുള്ള ആളുകളാണല്ലോ നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണമെന്ന് ആഗ്രഹം. അതിൽ നിന്ന് ഇച്ചിരൂടെ ലൈക്ക് ഇവരെല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു മെച്യൂരിറ്റിയുടെ ഒരു അഭാവം ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ ആൾക്കാരെ ഒരു ഒബിയസ്ലി ചൂസ് ചെയ്യുന്നത്. പിന്നെ പൊളിറ്റിക്സിൽ അത്രയും നാൾ നിന്നാലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഓഫ് തിങ്കിങ്. അതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ കുരങ്ങൻ്റെ മയിൽ പൂമാല കിട്ടിയ ആ ഒരു അവസ്ഥ ആകും എന്നൊരു ഇതുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ എത്തിപ്പെടാത്തത്. BJP കേരളത്തിൽ സാധ്യതയുണ്ടോ? BJPക്ക് സാധ്യതയില്ല, അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ കോമൺ സെൻസോടെ ചിന്തിച്ചാൽ തന്നെ അറിയാം, പല സ്ഥലത്തും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും കലാപങ്ങളാണെങ്കിലൊക്കെ തുടങ്ങിയതും ഇതിനകത്ത് റൂട്ട് ചെയ്തിട്ടുള്ള പല ആൾക്കാരുമാണ്. കേരളത്തിലെ സിറ്റുവേഷനൊക്കെ ആണെങ്കിലും ഈ റീസെൻ്റ്ലി നമുക്കറിയാം 2 സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് പുറത്ത് വെച്ച് അറസ്റ്റ് ചെയ്തൊരു സംഭവം. അന്നേരമൊക്കെ ഞാനിങ്ങനെ പല പൊളിറ്റീഷ്യൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നുണ്ടായിരുന്നു. പൊളിറ്റിക്കലി ഇൻവോൾവ് അല്ലെങ്കിലും ഞാൻ യൂട്യൂബ് വഴി ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആ സമയത്ത് പറയാം, മിണ്ടാതെ പോവുക. ഇത്ര നേരം ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ വോട്ട് ചോദിച്ചുകൊണ്ട് നടന്ന ആൾക്കാർ പിന്നെ വന്നിട്ട് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BJP ഇങ്ങനെ എന്താ പറയുക, ഒരു സെലിബ്രിറ്റി ലെവലിലുള്ള ആൾക്കാരെ ഇറക്കി ഇപ്പം തൃക്കാക്കരയിൽ അഖിൽ മാരാറെ പോലെ ഒരാളെ കൊണ്ടുവരുന്നു. ആൾ നേരത്തെ വേറൊരു ആശയവുമായിട്ട് മുന്നോട്ട് വന്ന ആളായിരുന്നു, ലൈക്ക് UDF ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ സമയത്തും ഓരോ സ്റ്റാൻഡിൽ നിൽക്കുന്ന ആൾക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയെ തന്നെ നശിപ്പിച്ച് കളയുന്ന രീതിക്ക് പല കാര്യങ്ങളും ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുപോലെ ഒന്നാണ് 2020 ആയിട്ടുള്ള ഒരു ലയനമൊക്കെ. 2020 എന്ന് പറയുന്ന പാർട്ടിക്ക് യാതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒരു ആസ്പെക്റ്റും ഇല്ലാതെ ഇവിടുന്ന് പൊട്ടിമുളച്ച് വന്ന ഒരു കോർപ്പറേറ്റ് ഒരു പാർട്ടി. ആ പാർട്ടിയുടെ അകത്തേക്ക് അത് പാർട്ടി പോലും ആണോന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് BJP പോലെ ഇത്രയും വലിയൊരു അതായത് നാഷണൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി വന്നിട്ട് കേരളത്തിൽ അങ്ങനെ ഒരു ലോക്കൽ, ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു കിഴക്കമ്പലം ഭാഗത്തു നിന്ന് തുടങ്ങിയ ഒരു ലോക്കൽ പാർട്ടിയിലേക്ക് വന്ന് ലയിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ അങ്ങനത്തെ ഒരു കിഴക്കമ്പലത്ത് പഞ്ചായത്ത് ഭരണം പിടിച്ചൊരു പാർട്ടിയല്ലേ? ആ സമയത്ത് പിടിച്ചിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ കുന്നത്തനാടാണ് മണ്ഡലം, അപ്പോൾ എനിക്ക് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഒരു കിറ്റ് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് ആൾക്കാരെ പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടോ നമ്മുടെ ജനാധിപത്യത്തെ അതേപോലെ വാങ്ങാമെന്നാണ് ഇതിനകത്ത് പലരും വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. നമുക്കൊരു ഭരണഘടനയുണ്ട്, അതിനെ വിറ്റുകൊണ്ട് ഒരിക്കലും ഒരു പാർട്ടിയും ഭരണത്തിൽ വരണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലായതും. വേറെ ഇപ്പോൾ LDF UDF വന്നാലും BJP വരരുതെന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ ജെൻസിക്ക് വേണ്ടി വിഷയങ്ങൾ നമ്മുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക? ജെൻസിക്ക് വേണ്ടി ഒബ്വിയസ്ലി എഡ്യൂക്കേഷൻ്റെ സിസ്റ്റം ഒന്ന് മാറ്റണമെന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഇപ്പം ഓർഡിനറി ആയിട്ടൊരു എഡ്യൂക്കേഷനാണ്.
ഇത് മാറേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം മിക്ക ആൾക്കാരും മൈഗ്രേറ്റ് ചെയ്ത് പുറത്തോട്ട് പോകുന്നത്. ഒബ്വിയസ്ലി നല്ല ലൈഫ് സ്റ്റൈൽ കിട്ടും. പിന്നെ സെക്കൻഡ്ലി നല്ല കുറേ കോഴ്സസ് ഉണ്ട്. അങ്ങനെ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇച്ചിരി വ്യത്യാസമാണ്. അപ്പം ആ ഒരു എഡ്യൂക്കേഷൻ്റെ കാര്യം മെയിനായിട്ട് വരണം. പിന്നെ ടൂറിസം ഇച്ചിരി ഡെവലപ്പ് ആവണം. ആ ഒരു 2 കാര്യങ്ങളായിരിക്കും. പിന്നെ സ്പോർട്സിൽ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ ഇപ്പം ലൈക്ക് ഞാൻ ഹോൾ ഇന്ത്യ എടുത്തിട്ട് പറയുന്നത്, കേരളത്തിൻ്റെ കാര്യമല്ല. നമുക്ക് ഈ മോട്ടോർ സ്പോർട്ട് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്. അത് ഭയങ്കര അപ്പിയറൻസ് കുറവ് കിട്ടുന്നത്. ലൈക്ക് ആൾക്കാർ എത്തിപ്പെടുന്നതും പിന്നെ നാഷണൽ ചാമ്പ്യൻസ് ആയിട്ട് ഇന്ത്യയൊന്നും ഐ ഡോണ്ട് തിങ്ക് സോ ലൈക്ക് ഒരു റേസസിലൊന്നും പങ്കെടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ലൈക്ക് ജെൻസിയുടെ കാര്യത്തിൽ എന്തെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഈ മോട്ടോർ സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജെൻസിക്ക് വേണ്ടിയുള്ളതല്ല. ലൈക്ക് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഓക്കെ, നമ്മളിപ്പോൾ കേരളം എഡ്യൂക്കേഷനിൽ ഫസ്റ്റ് ആണെന്ന് പറയുന്നു, ഹെൽത്ത് കെയർ ഫസ്റ്റ് ആണെന്ന് പറയുന്നത്. നമുക്ക് കാര്യമായ സിവിക് സെൻസ് ഉണ്ട് എന്ന് തോന്നാറുണ്ടോ? തോന്നുന്നില്ല. എന്താണ് കാരണം? അതായത് ഇപ്പോൾ ലിറ്ററസി, ഈ ലിറ്ററസീനെ നമ്മളൊരു 8ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു എന്നുള്ളൊരു നിലയിലാണ് നമ്മൾ ലിറ്ററസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത് മിക്കവർക്കും ഫുൾ A+ അങ്ങനെയുള്ളതാണ്. ഒട്ടും റെഗുലേറ്റഡ് അല്ല. മാർക്ക് ഇടുന്ന സ്കീമിൽ നമ്മളിപ്പോൾ വേറെ ഏതൊരു സംസ്ഥാനത്തിനെ വെച്ച് നോക്കുകയാണെങ്കിലും ഇത്ര പേര് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 1% മാത്രം ഫെയിൽ ആയേക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. അതൊക്കെ ഇത്രയും കൂടെ സ്ട്രിക്റ്റ് ആക്കി ഇത്രയും കൂടെ സിവിക് സെൻസ് ആൾക്കാരിൽ ലിറ്ററസി മാത്രമല്ല, സിവിക് സെൻസിനെ ഡയറക്റ്റായി ബാധിക്കുന്ന മറ്റ് പല ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൾച്ചറൊക്കെ ഉണ്ടെന്ന് ശക്തമായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എഡ്യൂക്കേഷനിലൂടെ സിവിക് സെൻസ് വളർത്തിയെടുക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇത്രയും കൂടെ എഡ്യൂക്കേഷനും ഇത്രയും കൂടെ അതേപോലെ തന്നെ ഇത്രയും കൂടെ സ്ട്രിക്റ്റായി റെഗുലേറ്റഡായി വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.